എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്ത രീതിയിൽ പാൽ എങ്ങനെ ഉറഴിക്കുന്നതെന്ന് നമുക്കിന്ന് കണ്ടു നോക്കാം. അതിന് നമ്മളിവിടെ 1 ഗ്ലാസ് മോരെടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ പാലൊഴിക്കുക. നമുക്കിവിടെ നല്ല നാടൻ പാൽ കിട്ടും, അത് വെച്ചാണ് ഞാനിന്ന് ഉറയൊഴിച്ച് കാണിച്ചു തരാൻ പോകുന്നത്. പാൽ ഇതുപോലെ കാച്ചിയെടുക്കുക. പാലിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം പാൽ കാച്ചാനായിട്ട്. എന്നിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം. മൺചട്ടിയിൽ ഇങ്ങനെ പാൽ കാച്ചുമ്പോൾ അതിൽ വരുന്ന വെള്ളം മുഴുവൻ ഈ മൺചട്ടി തന്നെ അബ്സോർബ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി നല്ല പാൽ ആയിത്തീരും. അതിനുശേഷം നമ്മൾ പാൽ തണിയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ചെറിയ ചൂട് മാത്രമേ ഈ പാലിനുള്ളൂ. ഇളം ചൂടിലാണ് നമ്മൾ ഒഴിക്കേണ്ടത്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മോര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ കറിവേപ്പില വയ്ക്കുക, പച്ചമുളകും കീറിയിടുക. അതിനുശേഷം നമ്മൾ സാധാ പോലെ ഒരു 5-8 മണിക്കൂർ വയ്ക്കുക. നല്ല അടിപൊളി തൈര് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിന് നല്ല മണവും കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ നല്ല മണവും ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. തൈരിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലിനും പല്ലിനും ശക്തി കിട്ടാൻ തൈര് വളരെ നല്ലതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും വളരെ നല്ലതാണ് തൈര്. ഇത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. എല്ലാ ദിവസവും കുറച്ചെങ്കിലും തൈര് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.